നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്പെയിനിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസ് വളരെ രസകരമായിരുന്നു. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിൽ കാര്യങ്ങൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഈ അർജൻറ്റീനക്കാരെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. കാരണം എന്താ അറിയോ, അവരെന്നെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കണ്ടുമാറ്റി കളി, അവർക്ക് എന്നെ ഇഷ്ടമല്ല. രസകരമായിട്ടുള്ളൊരു മറുപടിയാണ് ഇത്. ഒരു അർജൻറ്റീൻ ജേർണലിസ്റ്റിൻ്റെ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയുടെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കഥയൊക്കെ പറഞ്ഞുകൊണ്ട്, ഫ്ലൈറ്റിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ട കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ചോദ്യം എന്തായിരുന്നു നോക്കാം. പ്രസ് കോൺഫറൻസിൽ ചോദ്യം ചോദിച്ച ആൾ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ അർജൻറ്റീനക്കാരനായ ജേർണലിസ്റ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു, നിങ്ങൾ ഫുട്ബോളിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങളും മെസ്സിയും തമ്മിലുള്ള റിവൽറി ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതാണ്. അത് ഫുട്ബോൾ ചരിത്രത്തിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റിവൽറീസ് ആയിരുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എങ്ങനെയാണ് മത്സരത്തിന് മുമ്പുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? വളരെ സ്പെഷ്യൽ വണ്ണാണ്. കാരണം നിങ്ങൾ ഇത്രകാലം ഫുട്ബോളിന് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ സ്പെഷ്യൽ വണ്ണായിരിക്കും. അതുപോലെ എന്ത് മെസ്സേജാണ് നിങ്ങൾ ഫാൻസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരുപാട് സപ്പോർട്ടേഴ്സ് പുറത്ത് ക്രിസ്ത്യാനോയെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ട താരത്തിൻ്റെ അവസാന വേൾഡ് കപ്പാണല്ലോ. ഇതാണ് ചോദ്യം വന്നത്. അപ്പോൾ ക്രിസ്ത്യാനോയുടെ മറുപടി: താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ. ഇതൊരു മനോഹരമായ ചോദ്യമാണ്. എനിക്കിത് വളരെ ഇഷ്ടമായി. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ജനങ്ങളാണ്. ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഹോട്ടൽ സ്റ്റാഫിനെ കാണുമ്പോൾ അവർ സ്നേഹം പ്രകടിപ്പിക്കും. ചിലപ്പോൾ എലവേറ്ററിൽ, ലിഫ്റ്റിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ആളുകളെ കാണുമ്പോൾ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അങ്ങനെ പല ആളുകൾ, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഒരുപാട് ആളുകളൊക്കെ ഞാൻ കാണാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വണ്ടർഫുൾ മെമ്മറീസാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അർജൻറ്റീനയിൽ നിന്നല്ലേ? ഇന്നലെ ഫ്ലൈറ്റിൽ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് അർജൻറ്റീനക്കാരിയായിരുന്നു. എനിക്കത് ഇമ്മീഡിയറ്റ്ലി മനസ്സിലായി. അവൾ എന്നെ നോക്കുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് നീ അർജൻറ്റീനക്കാരിയാണ്. അപ്പോൾ അവൾ ചോദിച്ചു, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നെ നോക്കുന്ന രൂപം കണ്ട എനിക്കറിയാം. അപ്പോൾ അവൾ വീണ്ടും ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് അപ്പോൾ നിങ്ങളെ നോക്കിയത്? അദ്ദേഹത്തിൻ്റെ മറുപടി, അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, നീ എന്നെ നോക്കി പെട്ടെന്ന് കണ്ണങ്ങ് മാറ്റി, എന്നെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് മാറി. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ക്രിസ്ത്യാനോ ഇഷ്ടമല്ല, അർജൻറ്റീനക്കാർക്ക് ക്രിസ്ത്യാനോ ഇഷ്ടമല്ല. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ അർജൻറ്റീനക്കാരാണെന്ന് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനോ ചിരിക്കുകയാണ്. തമാശ രൂപത്തിൽ പറയുന്നതാണ്. പക്ഷേ ഇറ്റ് വാസ് ഓൾ ജസ്റ്റ് എ ജോക്ക് എന്നുകൂടി ക്രിസ്ത്യാനോ പറയുന്നത് ഒരു തമാശയാണ്. എന്നാൽ എൻ്റെ വൈഫ് അർജൻറ്റീനക്കാരിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്പെഷ്യൽ അഫെക്ഷൻ അർജൻറ്റീനക്കാരായിട്ടുള്ള ആളുകളോടുണ്ട്, പ്രത്യേകിച്ച് ബ്യൂണസ് അയേഴ്സിൽ ഉള്ളവരോട്. സോ എവറിത്തിങ് ഈസ് ഫൈൻ, ദർ ഇസ് നോ പ്രോബ്ലം. ഇപ്പം നിങ്ങളുടെ ചോദ്യത്തിന് ഞാനിപ്പോൾ ഓരോ മൊമെൻറ്റും ആസ്വദിച്ച് പോവുകയാണ്. യെസ്, ഇതെൻ്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും. ഞാൻ ലിവിങ് ഇറ്റ് ഡേ ബൈ ഡേ, അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസത്തെ കാര്യങ്ങൾ എടുത്ത് അത് ആസ്വദിച്ച് പോവുകയാണ്. ഐ ജസ്റ്റ് ഹോപ്പ് ടുമാറോസ് മാച്ച് ഈസ് നോട്ട് മൈ ലാസ്റ്റ് വൺ. ഇന്നലെ അദ്ദേഹം പറയുകയാണ്, നാളത്തെ കളി എന്ന് പറയുന്നത് ഇന്നത്തെ കളി അദ്ദേഹത്തിൻ്റെ അവസാന കളിയാകുമെന്ന് അദ്ദേഹം കരുതുന്നില്ല. ഞാൻ എങ്ങനെയാണ് വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇനിയും എന്നെ കൊല്ലാൻ നോക്കാം കുറച്ചു കാലം കൂടി എന്ന് ക്രിസ്ത്യാനോ തമാശയായിട്ട്, അതായത് വിമർശകർക്ക് ഇനിയും വിമർശിക്കാം, കുറച്ചു കാലം കൂടി തുടരും എന്ന് തന്നെ ക്രിസ്ത്യാനോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.